ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ്. എല്ലാവരും എങ്ങനെയൊന്നും ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ തന്നെ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. അതിനുശേഷം വീട്ടിലെപ്പോഴും ഈ റെസിപ്പി തന്നെയാണ് ഫോളോ ചെയ്യൽ. നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ റെസിപ്പി നോക്കാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ട് പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ച് മൂത്തൊന്ന് വരുമ്പോൾ ഇതിലേക്ക് പെരുംജീരകം ചേർത്ത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. ഒരു 3-4 സവാള എടുത്തിട്ടുണ്ട് ഞാൻ. സവാള നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സാക്കുക. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് തന്നെ വഴണ്ട് വരും. സവാള വഴണ്ട് വന്നതിന് ശേഷം ഒരു തക്കാളിയും 2 പച്ചമുളകും ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സായിട്ട് ലൈറ്റ് ഗോൾഡൻ കളർ വരുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് പൊടികളായിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ ചേർക്കുന്ന ഗരം മസാല പൊടിയാണ്. പൊടികളായിട്ട് ഞാൻ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ്റെ അകത്ത് ഉപ്പും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സാക്കി വെച്ചതാണ്. ചിക്കൻ ചേർത്തതിന് ശേഷം കുരുമുളക് പൊടി കൂടി ചേർക്കാം. കുരുമുളക് പൊടി കുറച്ച് മുന്നേ ചേർക്കേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയതാണ്. ശേഷം കുറച്ച് തൈര് ചേർത്ത് നന്നായിട്ട് ചിക്കൻ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് വേറെ വെള്ളവും ചേർക്കുന്നില്ല, മിക്സാക്കിയിട്ട് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ചിക്കനകത്ത് തന്നെ ഇതേപോലെ വെള്ളം വന്നോളൂ. അതിനുശേഷം കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കി വന്ന് ഉപ്പൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കിയാലോ. കുക്കർ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ചേർക്കുക. അതിലേക്ക് എല്ലാ സ്പൈസസും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് ഉള്ളി ചേർക്കണേ. ഞാൻ ഉള്ളി ഇടുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചുകൊണ്ട് ചേർത്ത് ഒരു കഷ്ണം ക്യാരറ്റ് കൂടി ചേർക്കണം, ഗ്രേറ്റ് ചെയ്തിട്ട്. പിന്നെ കറിവേപ്പില. ഇത് നന്നായിട്ട് നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ട് കഴുകി മാറ്റി വെച്ച് അരി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിട്ടില്ല. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. അരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഉപ്പ് ചേർക്കാത്ത, ഞാൻ വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ വെള്ളത്തിൽ ഉപ്പ് ഇട്ടുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കാത്തത്. ഒറ്റ വിസിലേ വേണ്ടു, അടിപൊളി റൈസ് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ചിക്കൻ്റെ ഗ്രേവി നന്നായി കുറുകി വന്നിട്ടുണ്ടാവും. അതിൻ്റെ മേലേക്ക് ഓരോ ലെയറായിട്ട് നമുക്ക് അരി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് ക്യാരറ്റും മല്ലിച്ചപ്പും ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് ദമ്മിടാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അടിപൊളി ബിരിയാണി റെഡിയാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണേ. എൻ്റെ ഇവിടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.